പതിവ് തെറ്റിയില്ല. തുടർച്ചയായ 18ാം വർഷവും തൃശൂരിൽ ജവഹർ ബാലഭവനിലേക്ക് ഒരു അതിഥി എത്തി. കുട്ടികളുടെ ലോകത്തെ ആ വലിയ കൂട്ടുകാരിയുടെ വിശേഷങ്ങളാണ് പ്രേക്ഷകർക്കായി ഇനി പങ്കുവയ്ക്കാനുള്ളത്. തൃശൂർ ജവഹർ ബാലഭവനിൽ അവധിക്കാല ക്ലാസ് പുരോഗമിക്കുകയാണ്. ഉത്സാഹത്തോടെ കളിക്കുകയാണ് കുട്ടിക്കൂട്ടം. അതിനിടയിലേക്കാണ് പതിവ് തെറ്റാതെ അതിഥി എത്തിയത്. തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടി. തുമ്പിക്കൈ വീശി ചെവിയാട്ടിയുള്ള വരവ് കണ്ട കുട്ടികൾ ആർപ്പു വിളിച്ചു. ആനയെ അടുത്തു കണ്ടപ്പോൾ കുട്ടികളുടെ മുഖത്ത് വിരിഞ്ഞത് പലവിധ ഭാവങ്ങൾ. ഗേറ്റ് കടന്നെത്തിയ ആനയ്ക്ക് ചുറ്റും കൂടിയ കുട്ടികൾക്ക് ആദ്യം കൗതുകവും പിന്നീട് സംശയങ്ങളും നിറഞ്ഞു. ആനയുടെ ദൈനംദിന ജീവിതം എങ്ങനെയായിരിക്കും, എന്തൊക്കെ കഴിക്കും, മതമിളകിയാൽ എങ്ങനെയായിരിക്കും തുടങ്ങിയ സംശയങ്ങൾക്ക് അവസാനമില്ല. എന്തൊക്കെ കഴിക്കുക, ആന പിന്നെ അവന്റെ റിയാക്ഷനൊക്കെ, സഡനായിട്ടുള്ള റിയാക്ഷനൊക്കെ ആന മുതലക്കിട്ടുണ്ടോ. ജവഹർ ബാലഭവൻ അവധിക്കാല ക്യാമ്പിൽ ആനയും കുട്ടികളും എന്ന പേരിലാണ് കുട്ടികൾക്ക് ആനയെക്കുറിച്ച് അറിയാനും ആനയുമായി സമയം ചെലവിടാനുമായി സൗകര്യമൊരുക്കിയത്. ജവഹർ ബാലഭവന്റെ തുടക്കകാലം മുതലുണ്ട്. ഒരു 10-18 കൊല്ലമായിട്ട് ഈ ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന പിടിയാനയാണ് നമ്മൾ വരുന്നത്. ഒരു ഡോക്ടറുടെ സ്ഥാനത്ത്, വെറ്ററിനറി ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ആനയെക്കുറിച്ച്, ആനയുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച്, ആനയുടെ പ്രകൃതിയെക്കുറിച്ച് ഒക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. ഇപ്പോൾ ശാസ്ത്രീയമായ അറിവും അതേസമയം കുട്ടികളുടെ ഒരു കൗതുകമൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് എല്ലാ വർഷവും. അത് പ്രത്യേകിച്ച് തൃശ്ശൂർ ആയതുകൊണ്ട് കുട്ടികൾക്ക് അറിയാം, അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആന എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു ജിജ്ഞാസ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കൗതുകത്തെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുക, അവരുടെ അറിവിനുള്ള ഒരു ചിന്തയുണ്ടല്ലോ, അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ നമ്മൾ എല്ലാ വർഷവും നടത്തുന്ന ഒരു പരിപാടിയാണ്. എല്ലാ വർഷവും വളരെ വിജയകരമായി കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമുമാണ്. ഇത് ഗിരിദാസ് ഡോക്ടർ വന്നിട്ട് കുട്ടികളെ ഈ ആനയെ കുറിച്ചിട്ടുള്ള ഈ മതപ്പാടിനെ കുറിച്ചും, പിന്നെ ആനയ്ക്ക് എത്ര ലിറ്റർ വെള്ളം കഴിക്കാം അതിനെക്കുറിച്ചും, പിന്നെ ആനയുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക്, കുഞ്ഞു കുട്ടികൾ മുതൽ LKG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ഓരോ സംശയങ്ങൾക്കും ഡോക്ടർ ഗിരിദാസ് മറുപടി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എല്ലാ വർഷവും ഈ ലക്ഷ്മിക്കുട്ടി, തിരുവമ്പാടിയുടെ ലക്ഷ്മിക്കുട്ടി കുഞ്ഞുനാളിൽ തന്നെ വന്നു തുടങ്ങിയതാണ്. അപ്പോൾ ഒരു 18 വർഷം ആയി ബാലഭവനായിട്ടുള്ള ബന്ധം. 1500 കുട്ടികൾക്കുള്ള എല്ലാ സംശയങ്ങൾക്കും ഡോക്ടർ ഗിരിദാസ് പറഞ്ഞ് സംശയിച്ചു. ആനയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനായി ഡോക്ടർ ഗിരിദാസ് എത്തിയിരുന്നു. പരിപാടിയിൽ ജവഹർ ബാലഭവൻ പ്രിൻസിപ്പൽ രോഹിത് നന്ദകുമാർ, ഡയറക്ടർ അനീസ് അഹമ്മദ് എന്നിവരും സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.